ഈ നിയമസഭയിലെ പ്രതിപക്ഷ ഉപനേതാവിൻ്റെ പ്രശ്നം CPI ഉന്നയിച്ചിട്ടുണ്ട്. CPM ആ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ പ്രശ്നം ഞങ്ങൾ രണ്ട് പരസ്പരം സംസാരിച്ച കൂടിയാലോചനയിലൂടെ പരിഹരിക്കാനുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത് ഏതെങ്കിലും തരത്തിലുള്ള ഭിന്നതയോ മറ്റു പ്രശ്നങ്ങളോ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കകത്തില്ല. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നല്ല കരുത്തോടു കൂടി തന്നെ മുമ്പോട്ട് പോകും. അക്കാര്യത്തിൽ ഒരു ഉത്കണ്ഠയും ആർക്കും ഉണ്ടാവേണ്ടതില്ല. 2 മാസമായി ഇതുവരെയും അതെല്ലാം ഞങ്ങൾ തീരുമാനിക്കാം. അത് ഞങ്ങൾ ആലോചിച്ച് തീരുമാനിക്കാം. അതിനുള്ള സ്വാതന്ത്ര്യമെങ്കിലും ഞങ്ങൾക്ക് വിടും. ചർച്ച ചെയ്യുന്ന കാര്യങ്ങളൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ പറയുക എന്നുള്ളത് ഞങ്ങളൊരു രീതിയല്ല. അതുകൊണ്ട് പറയേണ്ട സമയത്ത് പറയേണ്ട കാര്യങ്ങളെല്ലാം നിങ്ങളോട് പറയും. ഞങ്ങൾ രണ്ടാളും ഒന്നിച്ച് നിന്നിട്ടല്ലേ സംസാരിക്കുന്നത്. തീരുമാനം ഉണ്ടായോ ഇല്ലയോ എന്നുള്ളത് നിങ്ങളോട് ഇപ്പോൾ പറയാൻ കഴിയില്ല. അങ്ങോട്ട് പറയാൻ പറ്റുന്ന തരത്തിലായിട്ടില്ല. തീരുമാനമൊക്കെ ഉണ്ട്. ഭിന്നത കുറയ്ക്കണമല്ലോ. എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടാവുമല്ലോ. ആ അഭിപ്രായങ്ങൾ കൂടിയാലോചിച്ച് ഒന്നിച്ച് ചേർന്ന് പരിഹാരം കാണും. ഒരു പൊതു താല്പര്യം വെച്ച് പരിഹാരം അത് ഞങ്ങൾ ആലോചിക്കാം. അതെങ്കിലും ഞങ്ങൾക്ക് വേണ്ടി അത്ര നിലപാടുകൾ. CPIക്കും CPMനും ഒരേ രാഷ്ട്രീയമാണ്. അത് LDF രാഷ്ട്രീയമാണ്. ആ LDF രാഷ്ട്രീയം ശക്തിപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോകാൻ പറ്റുന്നത് CPIക്കും ബോധ്യമാണ്, CPMനും ബോധ്യമാണ്. ഇടയ്ക്കുണ്ടാകുന്ന ഏത് വിഷയങ്ങളും ഇതടക്കം അതെല്ലാം ഞങ്ങൾ സംസാരിക്കുമ്പോൾ ചർച്ച ചെയ്യുമ്പോഴും ഈ കാഴ്ചപ്പാട് ഞങ്ങൾ നയിക്കും. ഈ രാഷ്ട്രീയ കാഴ്ചപ്പാട് നല്ല രീതിയിൽ അവസാനിക്കും. സമയത്ത് കിട്ടുന്നത് ശരി. അത്രയും മതി. ബാക്കി ഞങ്ങൾ പിന്നെ പറയാം. ഞാൻ പോയിക്കോട്ടെ എന്നാലും. പ്രതിപക്ഷ ഉപനേതൃ പദവിയെ ചൊല്ലി LDFിൽ ഒരു ഭിന്നതയുമില്ല എന്നാണ് TP രാമകൃഷ്ണൻ ബിനോയ് വിശ്വവും പറയുന്നത്. MN സ്മാരകത്തിൽ നടന്ന ചർച്ചയ്ക്ക് ശേഷമാണ് ഇരു നേതാക്കളും മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. ഒരു ഭിന്നതയുമില്ല, പറയേണ്ട കാര്യങ്ങൾ പറയേണ്ട സമയത്ത് മാധ്യമങ്ങളോട് പറയും. ഇരു നേതാക്കളും ചർച്ചയ്ക്ക് ശേഷം ചിരിച്ചുകൊണ്ട് നിറഞ്ഞ ചിരിയോടുകൂടിയാണ് പുറത്തേക്ക് ഇറങ്ങി വന്ന് മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. ശക്തമായി മുന്നോട്ട് പോകും. LDF ഉപനേതൃ പദവിയെ ചൊല്ലി ആലോചിച്ച തീരുമാനം എടുക്കും. അർജുൻ രാജ് വിശദാംശങ്ങൾ നൽകുന്നുണ്ട്. അർജുൻ, എന്തായാലും ചർച്ചയ്ക്ക് ശേഷം വലിയ സന്തോഷം അല്ലെങ്കിൽ ഒരു പുഞ്ചിരി രണ്ട് നേതാക്കളുടെ മുഖത്ത് കാണാം. ഒരു ഭിന്നതയും LDFിൽ ഇല്ല എന്ന് പറയുമ്പോൾ ഈ ഉപനേതൃ പദവി സംബന്ധിച്ച തീരുമാനം അത് എന്തായിരിക്കുമെന്ന് ഒരു ഊഹവും നിലവിലില്ല. എന്തായാലും എന്ത് പ്രതീക്ഷിക്കാം? അരുണ്യ, ഈ ചർച്ചയിലും ഒരു തീരുമാനത്തിലേക്ക് എത്തിയിട്ടില്ല എന്നുള്ളത് തന്നെയാണ് ശ്രദ്ധേയം. TP രാമകൃഷ്ണൻ LDFിൻ്റെ കൺവീനറാണ്, CPMൻ്റെ കേന്ദ്ര കമ്മിറ്റി അംഗമാണ്. അദ്ദേഹത്തെയാണ് CPIയുമായി ഒരു അനുനയ ചർച്ചയ്ക്ക് CPM നിയോഗിച്ചത്. പ്രതിപക്ഷ ഉപനേതൃസ്ഥാനം ഏതെങ്കിലും തരത്തിൽ വിട്ടുവീഴ്ച ചെയ്യാൻ കഴിയില്ല എന്നുള്ള നിലപാട് തന്നെയാണ് CPIയും വ്യക്തമാക്കിയത്. അതേസമയത്ത് മുൻപ് സ്വീകരിച്ചിട്ടുള്ള കടുത്ത നിലപാട്, ഈ പദവി വിട്ടുകൊടുത്തുകൊണ്ടുള്ള ഒരു വിട്ടുവീഴ്ചയ്ക്കും ഇല്ല എന്നുള്ള നിലപാട് CPI ആവർത്തിക്കുകയും ചെയ്തു. അതുകൊണ്ടാണ് ഈ ചർച്ചയും ഒരു തീരുമാനമാകാതെ, അതായത് ആര് പ്രതിപക്ഷ ഉപനേതാവാകും എന്നുള്ള കാര്യത്തിൽ തീരുമാനം ആകാതെ ഈ ചർച്ചയും ഇപ്പോൾ പിരിഞ്ഞിരിക്കുന്നത്. ഇത് സംബന്ധിച്ച് CPIയും തമ്മിൽ ഇനിയും ചർച്ച തുടരും എന്നുള്ളതാണ് രണ്ട് നേതാക്കളും പുറത്തു വന്ന മാധ്യമങ്ങളോട് വ്യക്തമാക്കിയത്. അതേസമയത്ത് ഏതെങ്കിലും തരത്തിലൊരു ഭിന്നത ഇപ്പോഴും CPMലോ CPIയിലോ ഇല്ല എന്ന് വിശദീകരിക്കാനാണ് രണ്ട് നേതാക്കളും തയ്യാറായത്. അതേസമയത്ത് ഏതെങ്കിലും തരത്തിലുള്ള ഒരു സമവായത്തിലേക്ക് ഈ ചർച്ചയും പോയിട്ടില്ല എന്നുള്ളതാണ് ശ്രദ്ധേയം. ഇത് ആദ്യത്തെ ചർച്ചയല്ല. ആദ്യം CPIM നേതാക്കളും CPI നേതാക്കളും തമ്മിൽ കൂടിക്കാഴ്ച നടത്തി. രണ്ടാമത്തേത് ദേശീയ തലത്തിൽ ഇടപെടലിന് കഴിയുമോ എന്നുള്ള സാധ്യത ആരാഞ്ഞു. അതും മുന്നോട്ട് പോയില്ല. അതിനുശേഷം ഇനി ഇക്കാര്യത്തിൽ ചർച്ചയെ ഇല്ല എന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ കടുപ്പിച്ചു പറയുന്നത് നമ്മൾ കണ്ടു. അതിനുശേഷം CPI സംസ്ഥാന സെക്രട്ടറി കീഴ്വഴക്കങ്ങൾ മാറ്റാനുള്ളതാണ് എന്നുള്ള നിലപാട് സ്വീകരിച്ചു. അതിന് ഏറ്റവും ഒടുവിലാണ് ഇപ്പോൾ വീണ്ടും ഒരു നേതാക്കൾ തമ്മിലുള്ള
ഒരു ചർച്ചയിലേക്ക് കാര്യങ്ങൾ പോയത്. അത് ഏതാണ്ട് അരമണിക്കൂറിലേറെ നീണ്ടുപോയി. പക്ഷേ എന്താണ് തീരുമാനം എന്നുള്ളതിലേക്ക് എത്തിയിട്ടില്ല. പ്രതിപക്ഷ ഉപനേതൃസ്ഥാനം ആര് സ്വീകരിക്കും, ആര് ഏറ്റെടുക്കും എന്നുള്ള കാര്യത്തിൽ അനന്തമായി ചർച്ച തുടരുകയാണ് CPM-ഉം CPI-യിലും. അത് വ്യക്തമാക്കുന്നത് വലിയ ഭിന്നത ഈ പദവിയുമായി ബന്ധപ്പെട്ട് രണ്ട് പാർട്ടിയിലും ഇപ്പോഴും തുടരുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ്. അരുണ്യ, അർജുന പറഞ്ഞതുപോലെ പദവിയുടെ കാര്യത്തിൽ തീരുമാനമായിട്ടില്ല. ആ ഭിന്നത, ആ പ്രശ്നം അത് അവിടെ തന്നെ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. പക്ഷേ ഈ മുന്നണിയിൽ ഭിന്നതയില്ലെന്ന് നേതാക്കൾ ആവർത്തിച്ച് പറയുകയും ഒരുമിച്ച് മാധ്യമങ്ങളെ കണ്ട് ഒരു പ്രതികരണം നടത്തുകയും ചെയ്തതിലൂടെ ആ ഭിന്നത പുറത്തേക്ക് പോകുന്നതിൽ ഇനിയും അത് ഇതിനോടകം തന്നെ TP രാമകൃഷ്ണൻ അതിൽ കടുത്ത എതിർപ്പുണ്ട് പുറത്തേക്ക് പോയതിൽ. അങ്ങനെ ഒരു പ്രശ്നം നിലവിലുള്ളത് പുറത്തേക്ക് പോകുന്നതിൽ, ഇനിയും പുറത്തേക്ക് പോകുന്നതിൽ ഒരു എതിർപ്പ്, അല്ലെങ്കിൽ അത് മറച്ചു പിടിക്കാനായിരിക്കാം രണ്ടുപേരും ഒരുപോലെ മാധ്യമങ്ങളെ കണ്ടതും. ഇത്തരത്തിൽ ഭിന്നതയില്ല, ഒരു പ്രശ്നവുമില്ല, മുന്നണിക്കുള്ളിൽ ഞങ്ങൾ ആലോചിച്ച് ഞങ്ങളുടേതായ രീതിയിൽ തീരുമാനമെടുക്കാനുള്ള സ്വാതന്ത്ര്യം ഞങ്ങൾക്ക് തരണമെന്ന് പറയുകയും ചെയ്തതിലൂടെ മനസ്സിലാക്കേണ്ടത്. അരുണ്യ, അങ്ങനെ ഒരു ശ്രമമാണ് രണ്ട് നേതാക്കൾ പുറത്തു വന്ന മാധ്യമങ്ങളെ കണ്ടതിലൂടെ പുറത്തു പറയാൻ ശ്രമിച്ചിട്ടുള്ളത്. പക്ഷേ ഇത് 2 മാസം പിന്നിട്ടിരിക്കുന്നു. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഒരു വട്ടമാണ് ഇടതുമുന്നണി യോഗം ചേർന്നത്. അതിനുശേഷം തെരഞ്ഞെടുപ്പ് അവലോകന യോഗം പോലും ചേരാൻ കഴിയാതെ അനന്തമായി നീളുകയാണ് മുന്നണി യോഗം. അതോടൊപ്പം തന്നെ നിയമസഭാ സമ്മേളനം കഴിഞ്ഞു. ഒരു പാർലമെന്ററി പാർട്ടി യോഗം പോലും ചേരാൻ കഴിയാത്ത പ്രതിസന്ധി ഈ പ്രതിപക്ഷ ഉപനേതൃസ്ഥാനം കൊണ്ട് ഉണ്ടായിട്ടുണ്ട്. ഇക്കാര്യത്തിൽ CPM-നുള്ള കടുത്ത അതൃപ്തി ബിനോയ് വിശ്വം ഇത് CPIM-ൽ പറയുന്നത് പോലെ തന്നെ പുറത്ത് മാധ്യമങ്ങളോടും പ്രതികരിച്ചു എന്നുള്ളതാണ്. അത് തങ്ങൾക്ക് തന്നെ കിട്ടണം എന്നുള്ള ആവശ്യം ആവർത്തിച്ച് പറയുന്നത് അദ്ദേഹം പറയുന്നത് നമ്മൾ കേട്ടു. അതിനുശേഷം കീഴ്വഴക്കങ്ങൾ അങ്ങനെയുള്ളതാണെങ്കിൽ മാറ്റാനുള്ളതാണ് എന്ന് കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളോട് പറയുന്നുണ്ടായി. ഇക്കാര്യത്തിലൊക്കെ കടുത്ത അതൃപ്തി CPIM-നുണ്ട്. അത് പുറത്തു പറയുന്നതിന് അപ്പുറത്തേക്ക് പാർട്ടിക്കകത്ത്, മുന്നണിക്കകത്ത് ചർച്ച ചെയ്ത് പരിഹരിക്കേണ്ട ഒരു വിഷയം എന്ന നിലയ്ക്കാണ് CPIM അതിനെ കണ്ടിട്ടുള്ളത്. ചർച്ചകളിലൂടെ പരിഹാരം കാണുമെന്നാണ് TP രാമകൃഷ്ണൻ പറയുന്നത്. പൊതു താല്പര്യം മുൻനിർത്തിയുള്ള തീരുമാനമെടുക്കുമെന്ന് കൂടി പറയുമ്പോൾ ആ ഭിന്നത അതിപ്പോഴും അവിടെ തന്നെ ഉണ്ട് എന്നതാണ് വസ്തുത. അർജുൻ രാജാണ് വിശദാംശങ്ങൾ നൽകിയത്.